15 ഇയേഴ്സോളം ദുബായിലായിരുന്നു. സോ അവിടുന്ന് നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഒരു പാർട്ടി ഷോറൂം എന്നുള്ളൊരു ഐഡിയയുമായിട്ടാണ് വന്നത്. അപ്പം എന്താണ് പാർട്ടി ഷോറൂം എന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് പ്രത്യേകിച്ച് കിഡ്സിൻ്റെയൊക്കെ ബർത്ത്ഡേ പാർട്ടിക്ക് നമുക്കറിയാം ഒരുപാട് നല്ല നല്ല അലങ്കാര വസ്തുക്കൾ, അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഒരു സെലിബ്രേഷനെ വളരെ ചെറിയൊരു കാര്യമായിരിക്കും ഏറ്റവും അതിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ് ആക്കി മാറ്റുന്നത്. സോ അങ്ങനെ നല്ലൊരു പാർട്ടി ഷോറൂം, ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പാർട്ടി ഷോറൂം കൊണ്ടുവന്നൊരു വ്യക്തി എന്ന നിലയിൽ ഒരുപക്ഷെ ഹിസ്റ്ററിയിൽ നമുക്ക് മാർക്ക് ചെയ്തിടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് റബേക്ക. സോ ഈ ഒരു ഐഡിയയെക്കുറിച്ച് എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് നമുക്കറിയാം. റബേക്ക, നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു റൈസാണ്. അപ്പോൾ അതിൻ്റെ പേര് ലെമൺ റൈസ് എന്നാണ്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെയിൻ ഇൻഗ്രീഡിയൻറ്റും ആ ഫ്ലേവറും എല്ലാം ലെമൺ ആയിരിക്കുമെന്ന്. അപ്പം നല്ല ഒരു മണമുള്ളതാണ് ലെമൺ. വയറിനുമൊക്കെ നല്ല സുഖം കിട്ടുന്നൊരു ഇതാണ് നാരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ആ നാരങ്ങ എല്ലാം കൂടെ വെച്ച് തയ്യാറാക്കുന്ന ഒരു നാരങ്ങ ചോറ്, അതാണ് ലെമൺ റൈസാണ് ഞാനിന്നിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെമൺ റൈസിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. 2 കപ്പ് ബസ്മതി അരി ഉപ്പിട്ട് വേവിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി, 1 നാരങ്ങ. ഇതിൻ്റെ തൊലി നമ്മളിങ്ങനെ ചെത്തിയെടുക്കണം. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് വേണം. അത് കൂടാതെ ഒരു 3 പച്ചമുളക്, ലേശം മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് നമ്മൾ കറിവേപ്പിലയോ മല്ലിയിലയോ ഒന്നും അല്ല ഉപയോഗിക്കുന്നത്. ലെമൺ ആയതുകൊണ്ട് നമ്മൾ പുതിന ഇലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങളും കുറച്ച് എണ്ണയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലെമൺ റൈസ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു ലേശം എണ്ണ മതി, ഒരു 1/2 ടീസ്പൂൺ എണ്ണ മതി. അപ്പോൾ ഈ എണ്ണ ഒഴിച്ചത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഈ കടലപ്പരിപ്പ് വറുത്തെടുക്കണം. നമുക്ക് ആദ്യം ഓരോന്നോരോന്ന് 2ന് 2 ടൈമാണ് കുക്കിങ്ങിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് കപ്പലണ്ടി ഇട്ട് വറുത്തെടുക്കാം. എണ്ണയിൽ വറുത്തിട്ട് തണുക്കുമ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം. വറുത്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് പൊടിക്കുമ്പോൾ അതിൻ്റെ ആ തൊലിയെല്ലാം അങ്ങ് പോവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊലിയില്ലാത്ത കപ്പലണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഈ വറുത്ത കപ്പലണ്ടി അതിനുശേഷം പിന്നെ നമ്മളൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചും കൂടെ എടുക്കും. ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ കപ്പലണ്ടി. കപ്പലണ്ടി ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കൊരു പൊട്ടലിൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്കറിയാം എൻ്റെ സ്കിന്നൊന്ന് പൊളിഞ്ഞ് വരുന്നതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്താൽ മാത്രമേ നമുക്കിത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. ഇനി ഈ പാനിൽ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇതേപോലെ തന്നെ വറുത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഇച്ചിരി എണ്ണമയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളിനി പിന്നെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കടലപ്പരിപ്പ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. കപ്പലണ്ടി പോലെ താമസമില്ല. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമുക്കൊന്ന് മാറ്റാം. ഇനി ഈ കപ്പലണ്ടിയും ഈ കടലപ്പരിപ്പും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും. നമ്മുടെ ലെമൺ റൈസിന് വേണ്ട നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കപ്പലണ്ടിയും കടലപ്പരിപ്പും ഞാൻ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൗഡർ പോലെ ആവേണ്ട, ചെറുതായിട്ടൊരു കടിക്കാനുള്ളൊരിത് വേണം. അതുകൊണ്ട് ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കണം.